ഉദ്ദേശിക്കുന്നത് ആ ഒരു പറഞ്ഞ ഒരു സംഭവത്തിന്റെ ബേസിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ വർഷങ്ങൾക്ക് കോമ്പറ്റീഷൻ മൂഡിൽ ഇറക്കിയ ഒരു പടമൊന്നും അല്ലല്ലോ. പറഞ്ഞ പടങ്ങളും വേറൊരു പടത്തിനെ തോപ്പിക്കുന്നില്ല. രണ്ട് ട്രാക്കാണ്. അതെ, അല്ല പടം എല്ലാ പടങ്ങളും വിജയിക്കട്ടെ. ആ പടം വിജയിച്ചത് കൊണ്ടോ നമ്മുടെ പടം വിജയിച്ചത് കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അവർ പറയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ മുമ്പിൽ എത്ര പടങ്ങൾ വന്ന്, അതുകൊണ്ട് പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. പ്രേക്ഷകരാ തീരുമാനിക്കേണ്ട ആരാ നോക്കേണ്ട ഏത് പടം. ആളുകളാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവര് വേണമെങ്കിൽ മത്സര വിഭാഗത്തിലെടുത്തോട്ടെ. നമ്മളൊരു മത്സരമായിട്ട് കാണുന്നില്ല. അതാണ് നമ്മുടെ ഒരു മത്സരമില്ല. നമ്മള് പടങ്ങളും നല്ലതാണ്, ആളുകൾ തീരുമാനിക്കട്ടെ. അതാണ് അതിന്റെ ഒരു. ഞാന് നിങ്ങളെ ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്, കോളേജ് റിലേറ്റഡ്. അപ്പം അമ്പേട്ടനും തൽക്കാലം ഇപ്പൊ കോളേജിലോട്ട് വായോട്ടാ. ഞാനും പറഞ്ഞത് ഒരു കാലഘട്ടത്തിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിനുള്ള ഒരു ആൻസർ പറയണം. ഓക്കെ, കോളേജില് എത്ര സപ്ലി ഉണ്ടായിരുന്നു? എനിക്ക് ഇപ്പോഴും സപ്ലി ഉണ്ട്. എല്ലാ സപ്ലി ഇപ്പോഴും സപ്ലി ഉണ്ട്. ഞാൻ കംപ്ലീറ്റഡ് അല്ല, ഡിഗ്രി കംപ്ലീറ്റ് എഴുതിയെടുക്കാനുണ്ട്. ഇനി എഴുതിയെടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു ഉപയോഗം ഉറപ്പായിട്ടും ഞാൻ എന്റെ ഇതാട്ടോ, എന്റെ ചിന്താഗതി കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സപ്ലി ഇല്ലായിരുന്നു. പഠിപ്പി കോളേജിൽ പോയിട്ടില്ല. ഇത് കോളേജ് പിന്നെ ഡ്രോപ്പ് ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് MBA പോയത്. അപ്പൊ MBA ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇത് സപ്ലി ഇല്ലാതെ പാസ്സായത്. ഇവൻ ഫുൾ പാസ്സായ ആളാണ്. ഇവൻ പഠിപ്പിയല്ല, അല്ല ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുന്നത്. ഫ്രണ്ട് ബെഞ്ചിൽ വ്യക്തികളുണ്ട് നന്നായിട്ട് പഠിക്കുകയും ജയിക്കുമായിരുന്നു. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്, അല്ലാതെ മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല. ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതും മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നതും ആവശ്യമില്ല. അപ്ലൈ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ സപ്ലൈ കോളേജിലേക്ക് ഇനിയും ചെയ്യാം. സമയമുണ്ടോ? ഇനി പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്നു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ വർക്കിന് തന്നെ കയറിയതാണ്. ഗ്രാഫിക് അനൗൺസ്മെന്റ് അങ്ങനെ പോയി. അതുകൊണ്ടാണല്ലോ എനിക്കൊരു കൂട്ടായി. കോളേജിലെ അറ്റൻഡൻസ് ഷോർട്ടേജിന്റെ കാരണം എന്തായിരുന്നു? കോളേജിൽ പോകാത്തോണ്ട്. ഉറപ്പായിട്ടും കോളേജ് പിന്നെ ഇഷ്ടം പോലെ. ഇവന്റെ കോളേജ് ചോദിച്ചില്ലല്ലോ നേരത്തെ. ഇവന് സപ്ലി ഒന്നും ചോദിച്ചില്ലല്ലോ.